നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ വെളുന്നല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ചെങ്കൂർ വാർഡിലാണ്. ഞാനിപ്പോൾ ഷബീല ചേച്ചിയോടൊപ്പമാണ് ഉള്ളത്. ചേച്ചിക്ക് മാരകമായ ക്യാൻസർ രോഗം ബാധിച്ച് ചികിത്സയ്ക്കും വൃത്തിക്കും വകയില്ലാതെ വളരെ ബുദ്ധിമുട്ടിലായ ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ ചേച്ചിയോടൊപ്പം ഉള്ളത്. അപ്പോൾ ഈ ചേച്ചിക്ക് വീടും വസ്തുവൊന്നും നിലവിലില്ലായിരുന്നു. നേരത്തെ ചെറിയ വെളുന്നല്ലൂർ വാർഡിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ ചെങ്കൂർ വാർഡിൽ ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് പദ്ധതി പ്രകാരം വസ്തുവും വീടും 4 സെന്റ് വസ്തുവും അതിനോടൊപ്പം തന്നെ ഒരു വീടും പഞ്ചായത്ത് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ ആ വീട്ടിലാണ് ചേച്ചി താമസിക്കുന്നത്. 2 മക്കളാണ് ഉള്ളത്. മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു. മകൻ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും ഉപജീവന മാർഗം നടക്കുന്നത്. ചേച്ചിക്ക് ഈ കഴിഞ്ഞ 2024 മാർച്ച് മാസത്തിലാണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. അതായത് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആശുപത്രിയിൽ പോയി റേഡിയേഷൻ ചെയ്യാൻ പോലുമുള്ള പണം ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളെ ബന്ധപ്പെടുകയും ഇവിടെ വരികയും ചെയ്തിരിക്കുന്നത്. ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പർ അടക്കം നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന പ്രേക്ഷകർ ചേച്ചിയുടെ ഈ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കി അവരെ വേണ്ട തരത്തിൽ സഹായിക്കുവാനായിട്ടുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഈ വീഡിയോയിലേക്ക് വരുന്നത്. നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. വെളുന്നല്ലൂർ പഞ്ചായത്തിലെ 2-ാം വാർഡ് ചെങ്കൂർ വാർഡിലെ മെമ്പറാണ്. ചെറിയ വെളുന്നല്ലൂർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സഫീല എന്ന നമ്മുടെ ഈ താത്ത വീടും വസ്തുവും ഇല്ലാതെ പഞ്ചായത്ത് പ്രകാരം അവർക്ക് എൻ്റെ വാർഡിൽ 4 സെന്റ് വസ്തു കിട്ടി. അതിൽ വീട് വെച്ചു. ഇപ്പോൾ താമസിക്കുകയാണ്. 1 വർഷത്തോളമായി എൻ്റെ വാർഡിൽ താമസിക്കുകയാണ്. ഇവിടെ വന്ന് 1 വർഷം ആയപ്പോഴാണ് താത്താക്ക് ഇങ്ങനെ ക്യാൻസർ എന്ന മാരകമായ അസുഖമാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു മകനും ഒരു മകളുമുണ്ട്. മകളെ വിവാഹം കഴിച്ചു അയച്ചു. മകൻ ഓട്ടോ ഓടിക്കുകയാണ്. അപ്പോൾ തുടർന്നുള്ള ചികിത്സയ്ക്ക് ഒരു നിവൃത്തിയുമില്ലാത്ത സഫീലയെ നിങ്ങളുടെ എല്ലാവരുടെയും കാരുണ്യം കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് ജെയിംസൺ ചാക്കോ. ഞാൻ വെളുന്നല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുവെളുന്നല്ലൂർ വാർഡിലെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. എൻ്റെ വാർഡിൽ വർഷങ്ങളായി വാടകയ്ക്ക് താമസിച്ചിരുന്ന സബീല ലൈഫ് പദ്ധതി പ്രകാരം 4 സെന്റ് വസ്തുവും വീടും ചെങ്കൂർ വാർഡിൽ വാങ്ങിക്കുകയും അവിടെ കഴിഞ്ഞ 1 വർഷമായി താമസിക്കുകയാണ്. ഇവിടെ വന്ന് വലിയ താമസമില്ലാതെ തന്നെ ഈ സബീലയ്ക്ക് ക്യാൻസർ എന്ന മാരക രോഗത്തിൻ്റെ അടിപ്പെടുകയും വളരെയേറെ തുക ചികിത്സയ്ക്കായി ചെലവഴിച്ച് ഇന്ന് ഒരു നിവൃത്തിയുമില്ലാത്ത അവസ്ഥയിലാണ്. തുടർ ചികിത്സയ്ക്ക് യാതൊരു മാർഗവുമില്ല. ആ അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നിപ്പോൾ 15 കീമോ കഴിഞ്ഞു. വളരെ ഒരു ചുവട് പോലും മുന്നോട്ട് വെക്കാൻ വയ്യാത്ത വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഈ കുടുംബം, ഒരു നിവൃത്തിയില്ല. ഭർത്താവില്ല, 2 മക്കളാണ്. ഒരു മോൻ ഓട്ടോ ഓടിച്ചൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുമനസ്സുകളുടെ കാരുണ്യം ഈ സബീലയ്ക്കും കുടുംബത്തിനും ഉണ്ടാകണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. എൻ്റെ പേര് ഷബീല. എനിക്ക് ക്യാൻസറാണ്. ക്യാൻസർ എന്ന മാരകമായ രോഗം പിടിപെട്ടു. എനിക്കിപ്പം ഒരു ചെവിട് പോലും മുന്നോട്ട് നടക്കാൻ വയ്യ. കാല് രണ്ടും തളർന്ന അവസ്ഥയിലാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്കാരുമില്ല. എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് പറയുക. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. RCCയിലെ ചികിത്സയിലാണ്. 15 റേഡിയേഷൻ കഴിഞ്ഞ് 16ാമത്തെ കീമോ തുടങ്ങി. ഇനി ഒരുപാട് കീമോ നടത്താനുണ്ട്. എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. അതുപോലെ എനിക്ക് വീടും വസ്തുവൊന്നും ഇല്ലായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് 4 സെന്റ് വസ്തു ഒരു വീടും കിട്ടി. ഒരു ചെവിട് പോലും മുന്നോട്ട് എനിക്ക് വെക്കാൻ വയ്യ. വണ്ടി വിളിച്ചേ പോകാൻ പറ്റൂ. RCCയിൽ എല്ലാ വെള്ളിയാഴ്ച എനിക്ക് ചികിത്സയ്ക്ക് പോകണം. എനിക്ക് ഒരു നിവൃത്തിയും ഇല്ല. എല്ലാവരും എന്നെ സഹായിക്കണം. വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണം. എനിക്കൊരു നിവൃത്തിയില്ല. എനിക്ക് ആരുമില്ല എന്നെ സഹായിക്കാൻ.